ഹലോ. സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരൊക്കെയാണുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷെ എത്ര പേര് സന്തോഷത്തോടെ ജീവിക്കുന്നു? എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, ചിലർക്ക് കരിയർ വൈസ് പ്രശ്നം, ചിലർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ഈ ലോകത്തില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളെല്ലാം തീർന്ന ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് സന്തോഷവാനായിട്ടും സന്തോഷവതിയായിട്ടും ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുത്തിട്ടോ, നമ്മളുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുത്തിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ ആക്ട് ചെയ്യുക. നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു കരിയർ വൈസ് ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇൻ്റർവ്യൂ എടുക്കുക, അല്ലെങ്കിൽ CV ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ ചെയ്യുക. റിലേഷൻഷിപ്പ് ആൾക്കാരോട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആൾക്കാർ മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ കമ്മിറ്റ്മെൻറ്റും എല്ലാം ആവശ്യമാണ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻഷിപ്പിൽ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക റിലേഷൻഷിപ്പിൽ. അല്ല, ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഇൻകം കൂട്ടാൻ പറ്റുന്നതിനെക്കുറിച്ച് പല പല കാര്യങ്ങളുണ്ട്. ചെറിയ ബിസിനസ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നൊക്കെ ഓൺലൈനിലൊക്കെ ഒത്തിരി ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് അതിനുവേണ്ടി ആക്ട് ചെയ്യാം. പക്ഷെ അത് കിട്ടിയിട്ടേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷമായിട്ട് ഉള്ള കാര്യത്തിന് വേണ്ടി സന്തോഷമായിട്ടിരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണത്. നമ്മൾ എന്ത് അട്രാക്റ്റ് ചെയ്യുന്നു, നമ്മൾ എന്ത് വിചാരിക്കുന്നു അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. നമ്മുടെ പോസിറ്റീവ് മൈൻഡാണെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും. അതൊരു ലോ ഓഫ് അട്രാക്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇപ്പം പല വീഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ശരിയാണ്. ശരിക്കും നമ്മളെപ്പോഴും ദുഃഖത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വരുന്നത് അങ്ങനത്തെ സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ വരുള്ളൂ. നമ്മുടെ സമാധാനകരമുള്ള സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ വരുള്ളൂ. അപ്പം എപ്പോഴും ഉള്ളതിനെ ആലോചിച്ച് സന്തോഷിക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയ കാര്യമായിക്കോട്ടെ, പക്ഷെ ഇന്ന് സന്തോഷിക്കുക, ഇന്ന് ജീവിക്കുക. നാളെ വരേണ്ടത് വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ കയ്യിലല്ലല്ലോ. പോയതും നമ്മുടെ കയ്യിലല്ല. ഇന്ന് ജീവിക്കുക, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഓരോരോ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും അവനവൻ്റെ മനസ്സിനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും വയ്ക്കാനുള്ള റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്ത് സന്തോഷത്തോടെ ഇരിക്കുക.